വയനാട് മേപ്പാടിയിലാണ് നമ്മളുള്ളത്. നമ്മൾ പോകുന്നത് നെല്ലാർച്ചാലിലേക്കാണ്, അതായത് കാരാപ്പുഴ ഡാമിന്റെ റിസർവോയറിലേക്ക്. മേപ്പാടിയിൽ നിന്നും നെടുമ്പാല വഴിയാണ് നെല്ലാർച്ചാലിലേക്ക് പോകുന്നത്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള മനോഹരമായൊരു വഴിയാണ്. നെല്ലാർച്ചാലയിലെ പ്രധാന വ്യൂ പോയിന്റ് ആണിത്. ഈ വൈകുന്നേരങ്ങളിൽ അസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. ഈ നെല്ലാർച്ചാൽ എന്ന് പറയുന്നത് കാരാപ്പുഴ ഡാമിന്റെ റിസർവോയർ ആണ്. ഈ നെല്ലാർച്ചാലിന്റെ തൊട്ടപ്പുറത്താണ് കാരാപ്പുഴ ഡാം ഉള്ളത്. നെല്ലാർച്ചാലയിൽ മീൻ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുഴമീൻ കിട്ടും. അതായത് ചെമ്പല്ലിയോ കട്ല റോഗൊക്കെ ഉള്ള മീനുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടുന്ന് ഇപ്പോൾ പിടിക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും കാരാപ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. പക്ഷെ കാരാപ്പുഴ ഡാമിനേക്കാളും ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ നെല്ലാർച്ചാലാണ്. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിന്റെ ഒരു വശത്തു കൂടി ഒരു മൺപാത പോകുന്നുണ്ട്. ഒരു കോളനിയിലേക്കുള്ള വഴിയാണ്. വേനൽക്കാലത്ത് പോലും ബൈക്കുകൾ മാത്രമേ ഇതിൽ പോകുള്ളൂ. മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇതിൽ നടന്ന് തന്നെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ റോഡ് പണ്ട് വാഴവറ്റിക്ക് പോയിക്കൊണ്ടിരുന്ന റോഡാണ്. ഇതിലായിരുന്നു പണ്ട് ജീപ്പ് സർവീസ് ഒക്കെ നടത്തിയത്. പിന്നെ ഈ ഡാമിന് സ്ഥലം ഏറ്റെടുത്തോട് കൂടിയിട്ട് ഈ റോഡൊക്കെ വെള്ളത്തിനടിയിലായി പോവുകയാണ് ഉണ്ടായത്. ഈ കാണുന്ന മണ്ണെടുത്താണ് കാരാപ്പുഴ ഡാം നിർമ്മിച്ചത്. ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം മുഴുവനും ഒരു കാലത്ത് വലിയ വയലായിരുന്നു. ഇതെല്ലാം നല്ല നാടൻ പശുക്കളാണ്. ആദിവാസികൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള നാടൻ പശുക്കളെയാണ് വളർത്തുന്നത്. മേപ്പാടി വഴിയും ബത്തേരി വഴിയും നെല്ലാർച്ചാലിലേക്ക് പോകാം. മേപ്പാടിയിൽ നിന്ന് നെടുമ്പാല വഴിയും ബത്തേരിയിൽ നിന്ന് അമ്പലവയൽ വഴിയുമാണ് നെല്ലാർച്ചാലിലേക്ക് വരാൻ സാധിക്കുന്നത്. നെല്ലാർച്ചാലിലെ വൈകുന്നേരങ്ങൾ മനോഹരമാണ്. ചുമ്മാ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് മലകൾക്കപ്പുറത്ത് സൂര്യൻ മറയുന്നത് നോക്കിയിരിക്കാൻ നല്ല രസമാണ്.